ഹൗ ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സംഭവമാണിത്. കാരണം നമ്മൾ ഇന്റർവ്യൂസിനൊക്കെ പോയി കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുന്നത്. ഈ സംഭവം പാളിപ്പോയി കഴിഞ്ഞാൽ മൊത്തം കോൺഫിഡൻസും ആ വഴി അങ്ങ് പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിക്കണം നമ്മൾ, അല്ലേ? നന്നായിട്ട് ഇതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. സോ ടുഡേ ഐ എം ഗോയിങ് ടു പ്രൊവൈഡ് യു വിത്ത് സം 7 steps. ഈ 7 steps ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ സാധിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് നോട്ട് ആണ്. ഓപ്പണിംഗ് നോട്ട് എന്ന് പറഞ്ഞാൽ എയ്തർ യു ക്യാൻ ഗ്രീറ്റ് ദം ഓർ എൽസ് യു ക്യാൻ താങ്ക് ദം. ഗ്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്, ഐ എം ത്രിൽഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് പറയാം. ഇനി അതല്ല താങ്ക് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. രണ്ടും ഒരുപോലെ നല്ലതാണ്. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നെയിമും കറന്റ് സ്റ്റേറ്റസും ആണ്. എന്താണ് നമ്മളുടെ പേര്, എന്താണ് നമ്മുടെ റീസെന്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ പറയേണ്ടത്. സോ മൈ നെയിം ഈസ് കേത്രിൻ ആൻഡ് ഐ ഹാവ് റീസെന്റ് കംപ്ലീറ്റഡ് മൈ മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജി ഫ്രം ഇഗ്നോ യൂണിവേഴ്സിറ്റി. സോ വാട്ട് എവർ ഇറ്റ് ബി, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണ്, നിങ്ങളുടെ റീസെന്റ് ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾ പറയേണ്ടത്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെലവൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആണ്. എന്താണ് ഈ റെലവൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്? ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് എന്താ പറയുക ഇൻഫർമേഷൻസ് നമ്മൾ ആ പർട്ടിക്കുലർ കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു സ്കൂൾ കൗൺസിലർ ജോബിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസിൽ ഉറപ്പായിട്ടും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, during my MA in psychology at IGNOU, I completed project work in a school setting which gave me first-hand experience in understanding students' academic and emotional needs. സോ അടുത്ത സ്റ്റെപ്പിലാണ് നിങ്ങൾ നിങ്ങളുടെ സ്കിൽസും സ്ട്രെങ്ത്തും ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സ്കിൽസും സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടൈപ്പ് ഓഫ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മാത്രമേ അവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ. ആൻഡ് അഗെയിൻ വീക്ക്നെസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പോലും അതിൻ്റെ അകത്തൊരു പോസിറ്റീവ് വീക്ക്നെസ് ആയിരിക്കും നിങ്ങൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പിലാണ് നിങ്ങൾ കണക്ട് ദ ജോബ് റോൾസ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആൻസറിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ ആ ഇന്റർവ്യൂവിൽ തോന്നണം നമ്മൾ ആ പർട്ടിക്കുലർ കമ്പനിയെ കുറിച്ചിട്ട് അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് അല്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം പറഞ്ഞേക്കൂട്ട് ഒരു സ്കൂൾ കൗൺസിലർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദി ആൻസർ ഷുഡ് ബി ലൈക്ക്, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യുവർ സ്കൂൾ പ്ലേസസ് എ സ്ട്രോങ് ഫോക്കസ് ഓൺ മെന്റൽ ഹെൽത്ത് ആൻഡ് ഓവറോൾ വെൽബീയിങ് വിച്ച് അലൈൻസ് പെർഫെക്റ്റ്ലി വിത്ത് മൈ പാഷൻ ഫോർ സപ്പോർട്ടിംഗ് സ്റ്റുഡൻസ് ഹോളിസ്റ്റിക്കലി ആസ് എ കൗൺസിലർ. സോ ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ ആൻസർ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ എന്താ പറയുക കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവർക്കും ബെനിഫിറ്റ് ഉണ്ട്, നമുക്കും ബെനിഫിറ്റ് ഉണ്ട്. അടുത്ത സ്റ്റെപ്പിലാണ് നിങ്ങൾ നിങ്ങളുടെ ഹോബീസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇവിടെ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ് മൈ ഹോബീസ് ആർ എന്ന് പറഞ്ഞിട്ട് കുറേ ഹോബീസ് പറയും. Instead, you should include a personal touch in that one. For example, I love gardening, which gives me patience and care, the qualities which I try to include in my counseling sessions with students. And now comes the last step, that is the ending note. Make sure that you end it with a positive response. For example, thank you for giving this opportunity and I'm excited to answer any further questions. So this is how you have to tell a self-introduction. So the thing is like we are providing interview preparation and spoken English classes. So if you people are interested, contact us. We are there to help you.